ജയിക്കപ്പ് ഇത്ര ചെറുപ്പത്തിലേ മരിച്ചത് കഷ്ടമായി പോയി. ആ എന്ത് ചെയ്യാം. ആ പിന്നെ ഒരു സന്തോഷ വാർത്ത. ഇന്ന് അപ്പച്ചന്റെ ഫോൺ കോൾ ഉണ്ടായിരുന്നു. വിശേഷിച്ച് നാളെ ഞായറാഴ്ചയല്ലേ, എന്റെ വിവാഹ നിശ്ചയമാണ്. കൺഗ്രാറ്റുലേഷൻസ്. വളരെ സന്തോഷം. ഞാൻ മുൻകൂർ മംഗളം നേരുന്നു. നീ എന്തൊക്കെയായി പറയുന്നത്? എന്റെ വിവാഹം എന്ന് കേട്ടിട്ട് നിനക്കൊന്നും തോന്നിയില്ലേ? തോന്നിയല്ലോ, സന്തോഷം. അല്ലാതെ പിന്നെ ഞാൻ എന്താ കരയണോ? ഒരു പൗരുഷമില്ലാത്തവന്റെ മുന്നിലല്ലല്ലോ ഞാൻ നിൽക്കുന്നത്. അമ്പടി പെണ്ണേ, നീ എന്നെ തോൽപ്പിച്ചു കളഞ്ഞല്ലോ. ആ പിന്നെ എന്നെ തോൽപ്പിക്കാന്ന് വിചാരിച്ചോ? അതിന് ശ്രമിച്ചവരാരും ഇന്ന് വരെ ജയിച്ചിട്ടില്ല. ആ ഞാൻ ഇനി കാര്യം പറയട്ടെ. പറയുന്നേ. നാളെ നിന്നെ കാണാനായി എന്റെ അപ്പച്ചൻ നിന്റെ വീട്ടിൽ വരും. My God! Oh my dear, how can I believe it? Darling. എന്റെ അപ്പച്ചനെ നല്ലവണ്ണം സൽക്കരിച്ചയക്കണം. നിങ്ങളൊക്കെ വലിയ ആളുകളാണ്. നിങ്ങളുടെ അപ്പച്ചൻ വരുമ്പോ എന്ത് ചെയ്യണം, എന്തൊക്കെ കൊടുക്കണം, എങ്ങനെ സൽക്കരിച്ചേക്കണം എനിക്ക് അതൊന്നും വിഷമിക്കണ്ട. അതെല്ലാം ഞാൻ പറഞ്ഞുതരാം. അതുപോലൊക്കെ അനുസരിച്ചാൽ മതി. അപ്പച്ചന് ഇഷ്ടം ലഡു, ജിലേബി, പൂവമ്പഴം, അലുവ, ഇതൊക്കെ അപ്പച്ചന് ഇഷ്ടമാണ്. പിന്നെ ഒരു കാര്യം, അപ്പച്ചൻ ചായ കുടിക്കില്ല, കാപ്പി മാത്രമേ കുടിക്കൂ. എന്നാലേ നാളെ ജോയിയും കൂടെ അങ്ങ് വരൂ. അപ്പച്ചനും മോനും കൂടെ എവിടെങ്കിലും പെണ്ണ് കാണാൻ പോകാറുണ്ടോ മോളെ? അല്ലെങ്കിൽ പെണ്ണ് ഞാൻ ദിവസവും കണ്ടോണ്ടിരിക്കല്ലേ? എനിക്ക് ഇപ്പൊ തന്നെ വീട്ടിൽ പോകാം. ഇപ്പൊ വന്നതല്ലേ ഉള്ളു. എനിക്ക് ഇപ്പൊ വീട്ടിൽ പോണെന്നേ. ഇപ്പൊ വന്നതല്ലേ ഉള്ളു. വീട്ടിൽ പോയി ഈ കാര്യങ്ങളൊക്കെ പറയണ്ടേ? That's right.